ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുബായ് പൊറോട്ടയില്ലേ, അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. എൻ്റേതായ ഒരു സ്റ്റൈൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പൊറോട്ടൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനിപ്പോൾ ഞാൻ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂൺ നിറയെ പഞ്ചസാരയും പിന്നെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ എന്നോടത് പാലൊക്കെ ചേർത്ത ശേഷം എനിക്ക് ഓർമ്മ വന്ന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യ് ഇപ്പം തന്നെ ചേർക്കുക കേട്ടോ. എന്നിട്ട് ഈ പൊടിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി പാല് വെച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഒരു ബൺ പൊറോട്ട പോലെ ആക്കി എടുക്കുകയാണ്. ഇപ്പം നന്നായിട്ട് മിക്സാക്കിയ ശേഷം പാലൊഴിച്ചിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ പൊറോട്ടൻ്റെ മാവ് തയ്യാറാക്കി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുക്കാനുള്ള ടിപ്സ് പറയാം ഞാൻ. കുഴച്ചെടുക്കുക നമ്മൾ കൈവച്ച് കുഴക്കുന്നതിനെക്കാട്ടല്ല നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് അടിച്ചാൽ മതി. അത് എടുത്തിട്ട് നന്നായി അടിച്ചെടുത്താൽ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇത് ഇനി ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ 2 ടൈപ്പാക്കിയിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാറ്റി തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 400 ഗ്രാം ചിക്കൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അരച്ചെടുത്തതാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് ചേർത്തത് 1 ടീസ്പൂൺ നിറയെ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ അതേ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ നിറയെ നെയ്യൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഉള്ളി സാധാരണ കൊത്തിയരിയുന്ന പോലെയല്ല, നമ്മൾ നന്നായിട്ട് ചുവപ്പാക്കി എടുത്തിട്ട് അതിലെ വെള്ളം മുഴുവനും കളഞ്ഞിട്ട് നല്ലോണം കൈയോടെ പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അരിപ്പയിലിട്ടിട്ട് അത് വെള്ളം മുഴുവനും കളഞ്ഞിട്ട് ചിക്കനിലൊക്കെ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ അതാകുമ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്, നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസായിട്ട് പിടിക്കാം. ഇപ്പോൾ ഒരു 5 എണ്ണം ഉണ്ട്. ഞാൻ ബോളാക്കി എടുത്ത് നോക്കുമ്പോൾ 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ ടൈപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒന്ന് ഓലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി വെക്കാം. അപ്പോൾ അതിന് ഒരു 15 മിനിറ്റ് റെസ്റ്റായിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കോൾസ്ലോ തയ്യാറാക്കി എടുക്കണം. അത് ഞാനൊരു വലിയ കപ്പ് നിറയെ കാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മയോണൈസും ചേർത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് നമുക്ക് സെറ്റാക്കുമ്പോൾ എടുക്കാതെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോൾ ആദ്യമായിട്ട് എടുത്തിട്ട് പരത്താൻ നോക്കുകയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ എടുത്തത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചുരുട്ടിയെടുത്ത ശേഷമാണ് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ രണ്ടാമത്തത് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. രണ്ടാമതൊരു ബോൾ നന്നായി പരത്തിയെടുക്കുക. ഇല്ല കൈവച്ച് പരത്താൻ പറ്റുകയാണെങ്കിൽ പരത്തുക, പൊറോട്ടയ്ക്ക് സാധാരണ പരത്തുന്ന പോലെ. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇങ്ങനെ ചെറിയ ലൈൻസായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നൂൽ പൊറോട്ട, ബൺ പൊറോട്ട എല്ലാം ആക്കുന്നത് ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതിൻ്റെ മേലെ വേണേൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡായി കൊടുക്കുക ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഓയിൽ തന്നെ ഒരുപാടുണ്ട്. ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ചത് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ പാനിൽ ഇട്ടതാണ് കേട്ടോ. അതിലേക്കൊരു 4-5 സെക്കൻഡോളം ഇതിങ്ങനെ വെച്ചിട്ട് ഈ പരത്തിയെടുത്ത് നമ്മളിതിങ്ങനെ വെച്ചാൽ ഇത് നന്നായിട്ട് വലിഞ്ഞ് വരും, നല്ലോണം വലിഞ്ഞ് വരും. അപ്പോൾ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. ഞാൻ സാധാ പോലെ വീശി അടിച്ചിട്ടും ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീശി അടിച്ചിട്ടുള്ള ബൺ പൊറോട്ട കേട്ടോ. ഞാൻ നന്നായിട്ട് പൊറോട്ട വീശി എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 മെത്തേഡായിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പൊറോട്ടൻ്റെ വീഡിയോ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോട്ട് പറ, ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ പൊറോട്ട വേഗത്തിൽ ഉണ്ടാക്കുന്ന ഒരാളും കൂടിയാണ്.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആ മെത്തേഡ് ഇവിടെ കാണിച്ച്. ഫസ്റ്റ് ഞാൻ കാണിച്ച അതിൽ ആ ഓയിൽ അങ്ങനെ ഇട്ട് കിടക്കുമ്പോൾ ചെറിയ ചൂട് വേണം കേട്ടോ ഓയിലിന്, അത് മറന്നു പോരുത്. അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു ചൂട് വേണം. ഇപ്പോൾ ഞാൻ എല്ലാം ആക്കി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തി മൊത്തത്തിലെടുത്ത ശേഷം ചുടാൻ നിൽക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടാണ് പരത്തുന്നത്. ബൺ പൊറോട്ട പോലെയാണ് ഞാൻ ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടൂല കേട്ടോ. കുറച്ച് കട്ടിയുണ്ടല്ലോ നമ്മളെ ബൺ പൊറോട്ട. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ഞാൻ 5 ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ട. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് 4 ഞാൻ വലിയ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. 4 ഇതിലേക്ക് തന്നെ ഒറ്റയടിക്ക് ഇടാൻ പറ്റുള്ളൂ. കുറച്ച് ഓല ആദ്യം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് അതിൽ നിന്ന് മൊരിഞ്ഞ് അങ്ങനെ പൊരിഞ്ഞ് വരുത്താണ്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം കേട്ടോ. ധൃതി കൂട്ടി സ്പീഡിൽ തീ വെച്ച് കഴിഞ്ഞാൽ ഇത് അകഭാഗം വെന്ത് കിട്ടൂല. പുറാണെങ്കിൽ നന്നായിട്ട് കരിഞ്ഞും പോവും. അപ്പോൾ നന്നായി ചെറിയ തീയിലിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഈ 4 ഏകദേശം ആയി വരുന്നുണ്ട്. ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ഇനി തയ്യാറാക്കി എടുക്കേണ്ടത് പാറ്റി ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നേരത്തെ മിക്സാക്കി ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനി ഒന്ന് കൈവച്ച് പരത്തി ഈ പാനിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതുകൂടെയുള്ള പണി. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ സെറ്റാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിനി ഓയിൽ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇത് ചുട്ട ശേഷം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാറ്റി ഓരോന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കണം. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ കയ്യിൽ വെളിയിൽ പരത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ചീസ് വേണം വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ സാധാരണ ഒരു പാറ്റിയാക്കി എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൽ വേണമെങ്കിൽ സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ സാധാ പോലെ പാറ്റിയാക്കി അപ്പുറം ഇപ്പുറം ഓയിൽ ഒഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റിയൊക്കെ എല്ലാം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കുക. അതിനിടെ നടുഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പൊറോട്ടൻ്റെ. ഇത് കാണുമ്പോൾ വെന്തിട്ടില്ല എന്നൊന്നും വിചാരിക്കണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മയോനൈസ് തേച്ച് കൊടുക്കുകയാണ്. ഇനി മറ്റേ സൈഡിൽ ഞാനോട് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. നിങ്ങൾ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് മറ്റേ അതിൻ്റെ മേൽഭാഗത്ത് വെക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചുകൂടെ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ മുകളിൽ ലെറ്റ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടൊന്ന് ഭംഗിക്ക് വേണ്ടി വെച്ചത് മാത്രം കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് കോൾസ്ലോ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേഖലയിൽ നമ്മൾ തയ്യാറാക്കി വെച്ച പാറ്റിയുടെ ചേർത്ത് കുറച്ച് കെച്ചപ്പ് കൂടി മറ്റേ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ ഉൾഭാഗത്ത്. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ദുബൈയിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പൊറോട്ട നമുക്കിവിടെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. രാത്രിയത്തെ ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്കോ എന്തായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ലൈക്ക് തരിക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.